ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ ചാനലിൽ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. 10 ദിവസത്തെ അവധി എങ്ങനെ എത്ര പെട്ടെന്നാണ് കഴിഞ്ഞത്. അപ്പോൾ അതിനുശേഷം ഇന്ന് എൻ്റെ കുക്കപ്പ സ്കൂളിൽ പോവാണ്. പിന്നെ നേരത്തെ നേഴ്സറി തുറന്നുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേൽക്കാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. കാരണം 10 ദിവസമായിട്ട് നല്ല സുഖമായിട്ട് അങ്ങോട്ട് ഉറക്കമായിരുന്നു. ഒരു 7-7:30 മണിയാവാതെ ഉറക്കം എണീക്കില്ല. അപ്പോൾ രാത്രി നേരത്തെ ഉറങ്ങണമെന്നുള്ള ആവശ്യമില്ല. ഫോണിൽ എന്തെങ്കിലും സിനിമയോ അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോ ഒക്കെ കണ്ടെങ്കിൽ ആസ്വദിച്ചങ്ങ് കിടക്കും. കാരണം രാവിലെ ഒരു 7:30 മണിയായിട്ട് കഴിച്ചാൽ മതിയല്ലോ, ആർക്കും പോകണ്ട, ഓണം അവധിയല്ലേ. അങ്ങനെ വീട്ടിലും പിന്നെ ഏട്ടൻ്റെ വീട്ടിലൊക്കെ സദ്യയൊക്കെ കഴിച്ചും ഓണം ആഘോഷിച്ചൊക്കെ നല്ല സുഖമായിട്ടങ്ങ് മടി പിടിച്ചിരിക്കുകയായിരുന്നു ഞാൻ. അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേൽക്കാൻ നല്ല മടിയുണ്ടായിരുന്നു, നല്ല ഉറക്കക്ഷീണം. അതാണ് മെയിൻ കാര്യം കേട്ടോ. ഒരു 6:30 മണിയായി എണീറ്റപ്പം. 5:30 അലാറം വെച്ചിരുന്നു, പക്ഷേ എഴുന്നേറ്റപ്പോൾ 6:30 ആയി. അപ്പോൾ എന്തായാലും പോട്ടെ, നമുക്ക് എന്തായാലും ചടപടിയുന്ന ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചായക്കുള്ള പാലും മക്കൾക്കുള്ള ബൂസ്റ്റിനുള്ള പാലൊക്കെ അടുപ്പത്ത് വെച്ചു. ചായയൊക്കെ ഇട്ടെടുത്തേട്ടോ. കാരണം ആദ്യം തന്നെ ചായ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ആ പരിപാടി പിന്നെ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. എഴുന്നേൽക്കുന്നവർക്ക് അതനുസരിച്ച് അങ്ങ് ചായ കൊടുത്താൽ മതിയല്ലോ. അങ്ങനെ ചായ ഇട്ട് മാറ്റി. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ആദ്യം ഇഡ്ഡലി ഉണ്ടാക്കാമെന്നാണ് കേട്ടോ കരുതിയത്. പിന്നെ കരുതി വേണ്ട, ദോശ ഉണ്ടാക്കാം. അതാകുമ്പോഴത്തേക്കും ഒരു 5-6 ഉണ്ടാക്കിയാൽ മതിയല്ലോ. മറ്റേ ഇഡ്ഡലി ആകുമ്പോഴത്തേക്കും കുറേ നേരം അടുപ്പത്തിരുന്ന് അങ്ങനെ അങ്ങിരിക്കേണ്ടി വരും. അങ്ങനെ ദോശ നല്ല മുരുമുരാന്ന് ചുട്ടെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കറിക്ക് എന്തുണ്ടാക്കാമെന്നാണ് കേട്ടോ അടുത്ത ചിന്ത. ആദ്യം ഞാൻ കരുതി പൊട്ടറ്റോ കറി ഉണ്ടാക്കാമെന്ന് കേട്ടോ. പക്ഷെ വേണ്ട, പൊട്ടറ്റോ കറിയൊക്കെ ഇനി ഒരുപാട് നേരം എടുക്കണമെങ്കിലോ എന്ന് കരുതിയിട്ട് നമുക്ക് കുറച്ച് ടൊമാറ്റോ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈസി ആയിട്ട് ടൊമാറ്റോ ചട്നി ആക്കാമെന്ന് കരുതിയേ. അങ്ങനെ 2 തക്കാളിയും കൂട്ടത്തിൽ ഒരു ഹാഫ് ഒനിയൻ കേട്ടോ, സവോളയും കൂടെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ കുറച്ച് എണ്ണ മതി കേട്ടോ. ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇച്ചിരി പോലെ ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം കേട്ടോ. നല്ല വഴറ്റിയെന്ന് വെച്ചാൽ നമ്മുടെ തക്കാളി നല്ല വെന്തുടഞ്ഞ് നല്ല മിക്സായി വരണം. ഇനി ഇതിലേക്ക് നമുക്ക് ലേശം മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ അല്പം മുളക് പൊടിയും കൂടി ചേർത്തെടുക്കാവേ. ഒരുപാടൊന്നും ചേർക്കരുത്, എങ്കിൽ നമ്മുടെ മഞ്ഞളിൻ്റെയൊക്കെ ഒരു ചവർപ്പുണ്ടല്ലോ, ഒരു കുത്തൽ തോന്നും. അതുകൊണ്ട് ഇച്ചിരി ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുത്തിട്ട് കുറച്ച് തേങ്ങ ചിരകിയെടുക്കാം. തേങ്ങ ചിലരൊക്കെ ആക്കാറുള്ളൂ, പക്ഷേ ഞാൻ തേങ്ങ ഇട്ടുണ്ടാക്കുമ്പോഴാണ് കേട്ടോ എനിക്ക് ആ ചട്നിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ ചിരകിയെടുക്കുകയാണ്. ഒരു ഇച്ചിരി മതി കേട്ടോ, നമുക്കൊരു കൈപ്പിടി ആ കണക്കിനാണ് ഇടേണ്ടത്. ഇനി അതുകൂടെ ഇട്ട് ഒന്നുകൂടെ ഒന്ന് നമ്മുടെ ചട്നിയുടെ ഒക്കെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഒന്ന് ചൂടാറാൻ വേണ്ടി വെക്കുക കേട്ടോ. ഒരുപാട് ചൂടോടുകൂടി നമ്മൾ മിക്സിയിലെടുത്ത് ഗ്രൈൻഡ് ചെയ്യരുത്. അതുകൊണ്ട് ഇച്ചിരി തണുപ്പായതിനു ശേഷം തണുപ്പായെന്ന് വെച്ചാൽ നമ്മുടെ ചൂട് പോയതിനു ശേഷം ഒന്ന് അരച്ചെടുക്കുമ്പോഴത്തേക്കും ഞാൻ ലേശം വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കും. ഒരുപാട് തിക്കായിട്ടിരിക്കുന്ന ചട്നി ഇവിടെ ഇഷ്ടമില്ല. അതുകൊണ്ട് ഇച്ചിരി വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്ന് ലൂസാക്കി ഒന്ന് അരച്ചെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് അതിലൊന്ന് കടുക് താളിച്ചിട്ടാൽ മതി. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ അതിൻ്റെ ചോപ്പർ കൂട്ടനൊക്കെ ഒന്ന് പുറത്ത് വെക്കുകയാണ്. കാരണം ലഞ്ചിന് വേണ്ടിയിട്ടുള്ള തോരനൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ ചോപ്പർ വെച്ചാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് തോരൻ വയ്ക്കാവുന്നതുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. മുമ്പൊക്കെ കയ്യിൽ വെച്ച് ചെത്തിയും അരിഞ്ഞൊക്കെ എടുക്കുമ്പോഴത്തേക്കും തോരൻ വെക്കണമെന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമമുള്ള ദിവസമാണ്. അപ്പോൾ ഇപ്പോൾ ചോപ്പർ വന്നതിന് ശേഷം നമുക്ക് ഈസി ആയിട്ട് എല്ലാം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ താളിച്ചൊക്കെ ഇട്ടു. പിന്നെ നമ്മുടെ കുക്കപ്പന് ഫുഡ് കൊടുക്കാൻ വേണ്ടി പോവാണേ. അപ്പോൾ ഇന്ന് നേരത്തെ ഫസ്റ്റ് ഡേ ഒക്കെ അല്ലേ, അതുകൊണ്ട് ഭയങ്കര സന്തോഷത്തിൽ രാവിലെ എഴുന്നേറ്റ് ബ്രഷൊക്കെ ചെയ്ത് വന്നിട്ടുണ്ട്. എനിക്ക് മാത്രമാണ് ഇന്ന് ഫസ്റ്റ് ഡേ ആയിട്ട് ഇത്തിരി നമ്മുടെ മുമ്പത്തെ റുട്ടീനിലോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ബുദ്ധിമുട്ട്. അപ്പോൾ അവന് ഫുഡ് കൊടുത്തു. ഇനി നമുക്ക് കുടിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് ചോറുകൂടെ അങ്ങ് വെച്ച് കൊടുക്കാമെന്ന് കരുതി കേട്ടോ. ചോറ് വയ്ക്കാമെന്ന് വെച്ചാൽ എളുപ്പ പണിയാണല്ലോ, കുക്കറിലാണ് ഇപ്പോൾ ചോറ് വയ്ക്കുന്നത്. അങ്ങനെ ചോറിന് വേണ്ടിയിട്ടുള്ള 2 നാഴി അരിയൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് നല്ലപോലെ കഴുകി ആവശ്യത്തിന് ഒരു പകുതി വെള്ളം കേട്ടോ, പകുതി വെള്ളവും കൂടെ വച്ചിട്ട് ഒന്ന് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കും. ഇതിന് ആദ്യത്തെ ഒരു വിസിൽ ഞാൻ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ സിമ്മിലാക്കി വെച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ അടുത്തൊരു വിസിൽ വരാറാവുമ്പോഴത്തേക്കും ഒന്ന് ഓഫാക്കിയതിന് ശേഷം നമ്മുടെ ഈ എയറൊക്കെ കളഞ്ഞതിന് ശേഷം ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് വടിച്ചെടുക്കാറാണ് ചെയ്യാറ്. അതിനുശേഷം നേരെ ചെന്ന് പുറത്തൊക്കെ ജനലൊക്കെ ഒന്ന് തുറന്നിട്ടു. കാരണം കുക്കപ്പന് ഇന്ന് സ്പോർട്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ടീച്ചർ. സ്പോർട്സ് ഡേയും കൂടെ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് ഓട്ട മത്സരത്തിലേക്ക് ചേരാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ്റെ കേട്ടു എങ്ങനെയാണ് സ്പീഡിൽ ഓടണേന്ന് അങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുകയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ അവന് വർക്കുണ്ടായിരുന്നു. അവന് വർക്കാണെങ്കിലും ചെയ്യുന്ന മൊത്തം ഞാനാണേ. അങ്ങനെ വർക്കൊക്കെ ചെയ്തു കൊടുത്തു. പിന്നെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇവരെ ഡ്രസ്സ് ചെയ്ത് ഒരുക്കി വിടുകയാണ് കേട്ടോ. യൂണിഫോമൊക്കെ ഇട്ടോളും, പിന്നെ തലയൊക്കെ കോതി ഒന്ന് പൊട്ടൊക്കെ ഇട്ട് കൊടുക്കുകയാണ് എൻ്റെ ജോലി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും കുക്കപ്പ ഉണ്ടാക്കി കേട്ടോ. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണെന്ന് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു അത് അച്ഛൻ്റെ കൂടെ കേട്ടോക്ക്, അച്ഛനറിയാമോ നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഏട്ടന് പറഞ്ഞ പാട്ട് ഏതാണെന്ന് നിങ്ങൾക്ക് ഇതിൽ കൂടെ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. എൻ്റെ ഫേവറേറ്റ് സോങ് ഏതാണെന്ന്.
എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് ആദ്യമായിട്ടൊരു പാട്ട് എനിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞ് പാടിത്തരാൻ കള്ളത്തന കാണിക്കണ അറിയാം. 5 മണി സമയത്ത് അമ്മയുടെ കേട്ട് ഇഷ്ടപ്പെട്ട പാട്ട് പറയാം. അപ്പോഴത്തേക്ക് അമ്മ ഒരു പാട്ട് പറഞ്ഞു. അപ്പൊ അച്ഛൻ ആ പാട്ട് അറിഞ്ഞുകൂടിയായിരുന്നു. അങ്ങനെ അച്ഛൻ ആ പാട്ട് ചെന്ന് കണ്ടുപിടിച്ച് നെറ്റിന്നൊക്കെ നോക്കി കാണാതെ പഠിച്ചോണ്ടെന്ന് പാടിയ പാട്ടാണ്. എന്താ ചെയ്യണ എടാ? എന്തൊരു ചെയ്യണേന്ന്? എന്തൊരു വലിച്ചെടുത്തത് ഉടുപ്പിന്ന്? അതില്ല, പോയി വീട്ടിൽ പോയി. നഴ്സറി പോണ്ടേ? അങ്ങനെ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഏട്ടനെന്നാ ജോലിക്ക് പോവാണ് കേട്ടോ. അപ്പോൾ കുക്കപ്പനും പോയി, ഏട്ടനും പോയി. ഇനി നമുക്ക് ലല്ലു ബാവയെ ഒന്ന് പറഞ്ഞു വിടണം നഴ്സറിയിൽ. അടുത്ത് ഇനി അവന് ഫുഡ് കൊടുക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നമ്മുടെ അരിയൊക്കെ ഒന്ന് വടിച്ചിട്ടതിന് ശേഷം കുറച്ച് മുട്ടയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വെച്ചത് ഒന്ന് പറക്കിയൊക്കെ വെക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഒക്കെ എടുത്ത് വെച്ചതിന് ശേഷം ലല്ലു ബാവയായിട്ട് കുറച്ച് നേരം നിന്നൊക്കെ കളിച്ചു. കാരണം അവനൊരു 9:45 10 മണിയാകുമ്പോഴത്തേക്ക് അംഗൻവാടി പോയാൽ മതി കേട്ടോ. അപ്പോൾ ഇവർ പോയി കഴിഞ്ഞാൽ ഒരു 8:30 മണി തൊട്ട് ഒരു 9:15 മണി വരെ ഞാനും അവനും കൂടെ എന്തെങ്കിലും കളിച്ചുകൊണ്ടോ ഫോൺ നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കും കേട്ടോ. അത് കഴിഞ്ഞതാ മോനുള്ള ദോശയൊക്കെ ഞാൻ തക്കാളി ചമ്മന്തിയിൽ ഇതുപോലെ ഒന്ന് മിക്സാക്കി വെച്ച് കൊടുക്കും. മുറിച്ചിട്ട് കൊടുത്ത് അവൻ എടുത്ത് കഴിച്ചോളൂ കേട്ടോ. ദോശയുടെ കൂടെ എന്താണ് കറി? എന്തൊരു കറി? ചമ്മന്തി ചമ്മന്തി ചമ്മന്തി. കഴി. അത് ആരെൻ്റെ അടുത്തിരിക്കണേ? ഇതെന്തോന്ന്? പാമ്പാ? പാമ്പ് കഴി. പെട്ടെന്ന് നഴ്സറി പോണ്ടേ? പാമ്പ് പോട്ടെ, നിനക്ക് നഴ്സറി പോണ്ടേ? പാമ്പിന് അമ്മ നീട്ടി തരാം. നീ നഴ്സറി പോണല്ലേ? പോണം. പെട്ടെന്ന് കഴിയും. എങ്ങനെ കഴിക്കും പാപ്പ? എങ്ങനെ കഴിക്കും? ഓ നല്ല കുട്ടി, നല്ല കുട്ടി. അല്ലോ നല്ല കുട്ടിയാണ്. അങ്ങനെ ലല്ലുവയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ വീടിൻ്റെ പുറത്തൊരു ചേച്ചി വന്നു കേട്ടോ. കുറച്ച് ചീരയും പയറൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഇതുപോലെ ഒരു കെട്ട് ചീര മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 20 രൂപയാണ് ഇത്. നമുക്കിത് ഉച്ചക്കത്തേക്ക് രാത്രിത്തേക്കൊക്കെ മതി. നല്ല ഫ്രഷ് ആയിരുന്നു കേട്ടോ. നമ്മുടെ വീടിൻ്റെ താഴോട്ടൊക്കെ വയലാണേ. അപ്പോൾ അവിടെ ഇതുപോലെ ചീരയും പയറും ഒക്കെ കൃഷി ചെയ്യാറുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ ഇതുപോലെ പിഴുതിട്ട് ഇതുപോലെ വീട്ടിലൊക്കെ കൊണ്ടുവന്ന് തരും. അപ്പോൾ നല്ല ഫ്രഷ് ആയിരുന്നു കേട്ടോ. നമ്മൾ പിഴുതെടുക്കുമ്പോഴത്തേക്കും മണ്ണൊക്കെ അതുപോലെ ആ വേരിലുണ്ടായിരുന്നു. ഫ്രഷായിട്ട് നമ്മൾ മേടിച്ച് അന്ന് തന്നെ വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിറ്റേന്നേക്ക് ആകുമ്പോഴത്തേക്ക് ആ ടേസ്റ്റൊക്കെ ഒന്ന് പോകും കേട്ടോ. അങ്ങനെ ലല്ലു അവയെ പിന്നെ ഞാൻ ഒരുക്കി സുന്ദരക്കുട്ടപ്പനാക്കി പൊട്ടൊക്കെ ഇട്ട് അവൻ താ നേഴ്സറിയിൽ പോവാണേ. ഇപ്പം അത്യാവശ്യം സന്തോഷമായിട്ടൊക്കെ പൊയ്ക്കോളും. അപ്പോൾ ഇവരെല്ലാവരും പോയി. ഇപ്പം ഞാൻ മാത്രമായി കേട്ടോ. ഇവരെല്ലാം പറഞ്ഞു വിട്ടതിന് ശേഷമാണ് ഞാൻ മീൻ കറിയൊക്കെ വെക്കാറ്. അപ്പോഴത്തേക്കും നമുക്ക് മീനൊക്കെ വരുള്ളേ. അപ്പോൾ ഇന്ന് വാളയാണ് കിട്ടിയത്. ഞാൻ വാള ആദ്യമായിട്ടാണ് കേട്ടോ കറി വെക്കാൻ വേണ്ടി പോണേ. ഇതിനു മുമ്പ് വാങ്ങിച്ച് പൊരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ കറി വെച്ചിട്ടില്ല. അപ്പോൾ ഏട്ടന് കറി വെച്ച് ഇതുവരെ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഇഷ്ടപ്പെടുമോയെന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ടിട്ട് ഞാൻ ചേട്ടന് വേണ്ടിയിട്ട് കുറച്ചൊന്നും എടുത്ത് വറുക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ മക്കൾക്ക് മീൻ ഫ്രൈ ഭയങ്കര ഇഷ്ടമാണ്. കുക്കുവിനാണെങ്കിൽ വാള മീൻ എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളെവിടെയൊക്കെ ഈ മീനിന് എന്താ പേര് പറയണമെന്ന് പറയണം കേട്ടോ. ഞാൻ കുറച്ച് മീനെടുത്ത് ഒന്ന് കറി വെച്ച് നോക്കാൻ വേണ്ടി മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് രുചിയെന്ന് അറിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയും മുളകും ഒക്കെ കൂടെ തേങ്ങയും കൂടെ ചേർത്ത് വറുത്തരച്ച് മീൻ കറിക്കും കൂടെ അപ്പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല വറ്റി വന്നപ്പോഴത്തേക്ക് ഇച്ചിരി കറിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തേ. കൂട്ടത്തിൽ തന്നെ ഞാൻ കുറച്ച് പുളിശ്ശേരികൾ ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. സിമ്പിൾ തട്ടിക്കൂട്ട് പുളിശ്ശേരിയാണേ. വെള്ളരിക്ക വെണ്ടയ്ക്ക ആവക സാധനങ്ങളൊന്നുമില്ല. തേങ്ങ അരച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മുടെ തൈരും ചേർത്ത് കടുകും കൂടെ താളിച്ചിട്ടാൽ മതി. പിന്നെ ചീര തോരനൊക്കെ റെഡിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ നമ്മുടെ കുക്കിംഗ് വ്ളോഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കിച്ചൺ ക്ലീനിങ്ങും വീടിനകമൊക്കെ ഒന്ന് അടിച്ചു വാരും, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്ന് സാധാരണ ചെയ്തതിനെക്കാട്ടി ഒരുപാട് ലേറ്റായി കേട്ടോ എൻ്റെ അടുക്കളയിലത്തെ പണികൾ കഴിയാൻ വേണ്ടി. കാരണം കൊണ്ട് നമ്മൾ വീഡിയോകൾ എടുക്കുമ്പോഴത്തേക്കും ഒരുപാട് സമയം എടുക്കും. വീഡിയോയുടെ കാര്യം നോക്കണം, കുക്കിങ്ങും എല്ലാം കൂടെ നടക്കുമ്പോഴത്തേക്കും ഒത്തിരി വൈകി പോകും കേട്ടോ ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങൾ റെഡിയാവാൻ. അതുകൊണ്ടിട്ടാണ് ഇപ്പോൾ നമ്മുടെ ചാനലിൽ ഞാൻ അങ്ങനെ ഡെയിലി വ്ളോഗൊന്നും ഇടാത്തത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ പുതുതായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോ. കൂട്ടത്തിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് വീഡിയോസ് വരുമ്പോഴത്തേക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാവേ. അതുവരെ ടാറ്റാ ബൈ ബൈ, സീ യു.